വിശുദ്ധ മത്തായി സുവിശേഷം അധ്യായം 6. അക്കാലത്ത് യേശു ശിഷ്യന്മാരോട് അരുൾ ചെയ്തു, പ്രാർത്ഥിക്കുമ്പോൾ വിജാതിയരെ പോലെ നിങ്ങൾ അതിഭാഷണം ചെയ്യരുത്. അതിഭാഷണം വഴി തങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമെന്ന് അവർ കരുതുന്നു. നിങ്ങൾ അവരെ പോലെ ആകരുത്. നിങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ ആവശ്യം നിങ്ങളുടെ പിതാവ് അറിയുന്നു. നിങ്ങൾ ഇപ്രകാരം പ്രാർത്ഥിക്കുവിൻ: സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരേണമേ. അങ്ങയുടെ ഹിതം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുതേ. തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. മറ്റുള്ളവരുടെ തെറ്റുകൾ നിങ്ങൾ ക്ഷമിക്കുമെങ്കിൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളോടും ക്ഷമിക്കും. മറ്റുള്ളവരോട് നിങ്ങൾ ക്ഷമിക്കുന്നില്ല എങ്കിൽ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ തെറ്റുകളും ക്ഷമിക്കുകയില്ല. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള പ്രിയ ദൈവമക്കളെ, ഈ വിശുദ്ധ പ്രഭാതത്തിൽ നാം ദൈവതിരുസന്നിധിയിൽ പ്രാർത്ഥനാപൂർവമായിരിക്കുമ്പോൾ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥനയുടെ ആത്മീയത ധ്യാനിക്കാം. 7 ഭാഗങ്ങളാണ് ഈ പ്രാർത്ഥനയിലുള്ളത്. ഒരർത്ഥത്തിൽ 7 നിലവിളികളാണ് പിതാവായ ദൈവത്തോട് മക്കളായ നമ്മൾ സമർപ്പിക്കുന്നത്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ദൈവത്തെ സകല ജനപദങ്ങളുടെയും വത്സല പിതാവായി അംഗീകരിക്കുന്നു. ഒപ്പം എല്ലാ ആധിപത്യവും മഹത്വവും അവിടുത്തെ ഭരമേൽപ്പിക്കുന്നു. ആ മഹത്വപൂർണമായ അനുഭവമാണ് ആദ്യമായി നാം ദൈവത്തിന് സമർപ്പിക്കുക. രണ്ടാമതായി, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അവിടുത്തെ പരിശുദ്ധമായ നാമം സകല മനുഷ്യമക്കളും അംഗീകരിക്കുകയും ഏറ്റുപറഞ്ഞ് ആദരിക്കുകയും ചെയ്യുവാൻ നാം പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം ഏറ്റവും വിശുദ്ധമാണ്. ആ കൃപയുടെ നാമത്തിന് ശക്തിയും ബലവുമുണ്ട്. അവൻ്റെ വിശുദ്ധനാമം ഏറ്റുപറയുമ്പോഴൊക്കെയും ആ ജീവിതം സംരക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും. മൂന്നാമതായി, അങ്ങയുടെ രാജ്യം വരേണമേ. ദൈവത്തിൻ്റെ രാജ്യം സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും കൃപയുടെയും രാജ്യമാണ്. ആ രാജ്യം നമ്മുടെ ഇടയിൽ വരുമ്പോൾ നാം എല്ലാവരും സമാധാനം അനുഭവിക്കുന്ന, സാന്ത്വനം അനുഭവിക്കുന്ന, ദൈവത്തിൻ്റെ സംരക്ഷണം അനുഭവിക്കുന്ന ഒരു ജനതയായി രൂപാന്തരപ്പെടും. അങ്ങയുടെ ഹിതം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ എന്ന് നാം നാലാമതായി ദൈവത്തോട് യാചിക്കുന്നു. ഭൂമിയിൽ ജീവിക്കുന്ന സകലരും ദൈവഹിതം അനുസരിച്ച് ജീവിക്കുവാൻ, അങ്ങനെ സ്വർഗീയ ആനന്ദം ഭൂമിയിൽ ഉളവാകുവാൻ നമ്മൾ ദൈവകൃപ പ്രാർത്ഥിക്കുകയാണ്. ഇവിടെ ദൈവത്തിൻ്റെ ഹിതമാണ് നിറവേറ്റപ്പെടേണ്ടത്, നമ്മുടേതല്ല. അതുകൊണ്ടാകാം ഒരുപക്ഷെ നാം ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതും ചോദിക്കുന്നതുമെല്ലാം ഉടനെ നമുക്ക് ലഭിക്കാതെ പോകുന്നത്. ദൈവത്തിന് നമ്മെക്കുറിച്ച് വലിയൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതി നമ്മുടെ ക്ഷേമത്തിനും ഐശ്വര്യത്തിനും വേണ്ടിയുള്ളതാണ്. ശുഭമായ ഭാവിക്കും പ്രത്യാശയ്ക്കും വേണ്ടിയുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആ ഹിതത്തിന് മുമ്പിൽ കീഴ്പ്പെടുവാൻ, സമർപ്പിക്കുവാൻ നാം കടപ്പെട്ടിരിക്കുന്നു. അഞ്ചാമതായി നാം യാചിക്കുന്നത് അന്നന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ എന്നാണ്. അനുദിന അപ്പത്തിന് വേണ്ടി, നിലനിൽപ്പിന് വേണ്ടി മാത്രം നാം ദൈവത്തോട് യാചിക്കുവാൻ കടപ്പെട്ടു. അങ്ങനെ ഓരോ ദിനവും നമുക്കാവശ്യമായ ആഹാരം മാത്രമല്ല, ഒരു മനുഷ്യന് ജീവിക്കാൻ വേണ്ട സകലതും അവിടുന്ന് പ്രദാനം ചെയ്യുക തന്നെ ചെയ്യും. നാം ഈ പുണ്യഭൂമിയിൽ എന്നും നിലനിൽക്കുവാൻ വേണ്ടിയുള്ളവരല്ല. നമ്മുടെ ആവശ്യങ്ങൾ വലുതാണെങ്കിലും നമ്മുടെ നിത്യഭവനം സ്വർഗമാകയാൽ ഈ ഭൂമിയിൽ നാം കരുതി വയ്ക്കുന്നതിനധികം സ്വർഗത്തിൽ പിതാവിൻ്റെ സന്നിധിയിൽ നിത്യതയിൽ സ്വന്തമാക്കുവാൻ ക്രിസ്തു നമുക്ക് പ്രേരണ നൽകുകയിടെയാണ്. ആറാമതായി, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു. അതെ, നാം എത്രമാത്രം നമ്മുടെ സഹോദരങ്ങൾ തെറ്റുകൾ ക്ഷമിക്കുന്നുവോ പിതാവേ, അത്രമാത്രം അങ്ങ് ഞങ്ങളോട് ക്ഷമിച്ചാൽ മതി എന്ന് നാം ഏറ്റുപറയുകയാണ്. സത്യത്തിൽ ഇവിടെ നമ്മൾ ഹൃദയപൂർവ്വം സഹോദരനോട് ക്ഷമിക്കേണ്ടതിൻ്റെ ആവശ്യകത ക്രിസ്തു ഓർപ്പെടുത്തുന്നു. ദൈവത്തിരുമുമ്പിൽ നമ്മുടെ പ്രാർത്ഥനകൾ സ്വീകാര്യമാകണമെങ്കിൽ, നമ്മുടെ പ്രാർത്ഥനകൾക്ക് സ്വർഗം ഉത്തരം നൽകണമെങ്കിൽ നാം ഈ ഭൂമിയിൽ സഹോദരങ്ങളോട് ഹൃദയപൂർവ്വം ക്ഷമിക്കുന്നവരാകണം. കാരണം എന്തെന്നോ, ദൈവം നിരൂപാധികം നമ്മോട് ക്ഷമിക്കുന്നു. ദൈവം ക്ഷമിക്കുന്നത് പോലെ നാം
പരസ്പരം ക്ഷമിക്കുവാൻ കടപ്പെട്ടിരിക്കുന്നു. അവസാനമായി നാം ദൈവത്തോട് യാചിക്കുന്നത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്ന പ്രാർത്ഥനയാണ്. ഈ ലോകത്തിൻ്റെ പ്രലോഭനങ്ങളിൽ വീണുപോകാതിരിക്കുവാൻ ദൈവത്തിൻ്റെ ശക്തിയും കൃപയും നമ്മൾ പ്രാർത്ഥിക്കുന്നു. ഈ ഭൂമിയിൽ നാം ജീവിക്കുമ്പോൾ ബലഹീനരാകയാൽ തിന്മയിൽ പാപത്തിൽ വീണുപോകുവാൻ സാധ്യതയേറെയാണ്. നമ്മുടെ ശക്തിയിൽ ആശ്രയിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ നിർമ്മല മാനസരായി നമുക്ക് ജീവിക്കാൻ സാധ്യമല്ല. ദൈവത്തിൻ്റെ കൃപയും സംരക്ഷണവും നമുക്ക് ആവശ്യമാണ്. നാം ദൈവത്തിൻ്റെ സംരക്ഷണയിലും സഹായത്തിലും നിരന്തരം ആശ്രയിച്ചുകൊണ്ട് നമ്മെ തന്നെ സമർപ്പിക്കുകയാണ്. സത്യത്തിൽ പ്രിയ ദൈവമക്കളെ, സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന ഒരു മാതൃകാ പ്രാർത്ഥനയാണ്. നാം ദൈവത്തോട് യാചിക്കുമ്പോൾ എപ്രകാരമാണ് നാം ദൈവത്തോട് യാചിക്കേണ്ടതെന്ന് ക്രിസ്തു നമുക്ക് ഒരു മാതൃകാ പ്രാർത്ഥനയിലൂടെ പഠിപ്പിക്കുന്നു. ഈ വിശുദ്ധമായ പ്രാർത്ഥന അനുദിനം ആവർത്തിച്ച് പ്രാർത്ഥിക്കുന്ന നമുക്ക് ദൈവത്തിൻ്റെ മനസ്സും മനോഭാവം ഉൾക്കൊണ്ടുകൊണ്ട് ഈ പുണ്യഭൂമിയിൽ ജീവിക്കാൻ സാധ്യമാകണം. ക്രിസ്തു പഠിപ്പിച്ച പ്രാർത്ഥനയുടെ ആന്തരിക അർത്ഥം ഉൾക്കൊള്ളുവാൻ പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരം ഈ ദിനം നമുക്ക് യാചിക്കാം. കർത്താവ് നിങ്ങളോട് കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മേവരെയും സമൃദ്ധമായി അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ. ആമേൻ.